ചെമ്മനപ്പൂര് സച്ചിൻ രവിതയുടെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരെ സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിശേഷങ്ങളിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രോദയത്തിൽ ഭയങ്കര തർക്കം നടക്കുവാണ്. നമ്മുടെ സച്ചിയും ചന്ദ്രമതിയും. സച്ചി പറയുവാണ്, എൻ്റെ ഭാര്യ രേവതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവന്നിരിക്കും. ഉടനെ ചന്ദ്രമതി പറയും, ഇനി അവളിവിടെ കയറത്തില്ല. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഓണർ ഞാനാണെന്നുണ്ടെങ്കിൽ, ഇതെൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജീവനോട് ഇരിക്കത്തോളം കാരണം രേവതി ഈ വീട്ടിൽ കയറത്തില്ല എന്ന് പറഞ്ഞു. അത് കാണാം എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കോൺസ്റ്റബിൾമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുവാണ്. അതായത് ഇവനെ ഇതിനു മുമ്പ് ഒരു കള്ളനായിട്ട് നമ്മൾ പിടിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര വൈറലായി നിൽക്കുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട്, അതായത് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ട് പോയി കൊണ്ട് കിടക്കുകയാണല്ലോ. ഇത് ഇപ്പം നമുക്ക് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ട് പോലീസിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അവിടുത്തെ എസ് ഐ കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടോ, നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കണ്ടു സാർ. SP ഓഫീസിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് അയാളെ കസ്റ്റഡിയിൽ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇനി രൂക്ഷമാകും. ഇനിയിപ്പം അതിന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ആര് കേസ് വന്നില്ലെങ്കിലും ജനങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മളോട് ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നോക്കി നിൽക്കേണ്ട, നമുക്ക് തുടങ്ങിയേക്കാൻ പരിപാടി എന്നുള്ള രീതിയിൽ പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അത്ര ആക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ അത്ര വൈറലാക്കിയതുകൊണ്ട് ഇനിയും നോക്കി നിൽക്കണ്ട എന്ന് പറഞ്ഞ് പോലീസുകാരോടൊപ്പം ആളെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി SI ഓർഡർ ഇടുവാണ് കോൺസ്റ്റബിൾമാരോട്. അങ്ങനെ സച്ചി നേരെ രേവതിയൊക്കെ വീട്ടിൽ ചെല്ലുവാണ്. രേവതി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് രേവതിയൊക്കെ സച്ചിയെ കണ്ടുകൊണ്ട് തന്നെ രേവതി ഓടി വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുവാണ്. സച്ചിയേട്ടാ സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ എന്തിനാ നീ കരയാതിരിക്കുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അപ്പം തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, സച്ചിമോനെ എന്നോട് ക്ഷമിക്കണം എന്നുണ്ട്. അത് വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ പറയുന്നതിനോട് ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഇല്ല അന്ന് ശരത്ത് മോൻ്റെ ബൈക്ക് മോഷ്ടിച്ചതുകൊണ്ടല്ലേ അവൻ്റെ കൈ ഒടിച്ചത്. പക്ഷേ അത് ഞങ്ങൾ അന്ന് അവന് സൈഡിൽ നിന്നിട്ട് മോനെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് ഞാൻ ശപിക്കുകയൊക്കെ ചെയ്ത് പ്രാവുകയൊക്കെ ചെയ്ത്. പക്ഷെ അതിൻ്റെ ഇപ്പോൾ പറയുന്നത് പോലെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പം അതിൻ്റെ പറയുന്നത് ഇപ്പോഴാണ് അനുഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊന്നും കുഴപ്പമില്ലമ്മേ, അത് കാര്യമാക്കണ്ട, കാരണം ഞാൻ അതൊന്നും വിട്ട് കളഞ്ഞേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം പറയാണ്, സച്ചേട്ടാ ഞങ്ങളെല്ലാവരും ക്ഷമിക്കണം, ഞങ്ങളെല്ലാവരും ചേർന്ന് ചേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഞങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യുന്ന അറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അതായത് സച്ചിയുടെ ശരത്തിൻ്റെ സൈഡിൽ നിന്നല്ലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞങ്ങളോടൊന്നും പകയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്, അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, നിങ്ങളെന്തിനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേവതി പറയും, സച്ചിയേട്ടാ അത് സച്ചിയോട്ടിനോട് ക്ഷമ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് കാലേ വീഴുമ്പോഴത്തേക്ക് നീ എന്താ രേവതി കാണിക്കുന്നത്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. അല്ല സച്ചിയേട്ടൻ ഇത് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് സച്ചിയേട്ടൻ ആരോടും മിണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ സ്ഥാനം അത് ചന്ദ്രോദയത്തെ എൻ്റെ സ്ഥാനം അവിടെ പോകാതിരിക്കാൻ വേണ്ടി ചേട്ടൻ ഒരുപാട് ക്ഷമിച്ചു. ഇതാരോടും മിണ്ടാതെ പുറത്ത് പറയാതിരുന്നു. പക്ഷെ അപ്പോഴും ഞങ്ങൾ ശരത്തിൻ്റെ വാക്ക് കേട്ട് ശരത്ത് ഇതെല്ലാം മൂടി വെച്ചിട്ട് ശരത്ത് ചേട്ടനെ കുറ്റപ്പെടുത്തി. എന്നിട്ടും ശരത്ത് ഇത് ഇന്ന കാരണം കൊണ്ടാണ് സച്ചിയേട്ടൻ എൻ്റെ കൈ തല്ലി ഒടിച്ചെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുവാണ്, അതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് മാത്രമല്ല കുറ്റക്കാരൻ, ശരത്തിനെ പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മയും ശ്രുതിയും എല്ലാം കൂടി ചേർന്നാണ്. കാരണം അവനെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് വഴക്ക് പറഞ്ഞ് അവനെ ആവശ്യമില്ലാത്ത രീതിയിൽ പ്രകോപിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പരിണതഫലമായിട്ട് നമ്മുടെ ആൻ്റണി ഇവനെ ചൂട് കയറ്റിയതാണ്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു സ്കൂട്ടിയിൽ രണ്ട് പോലീസുകാർ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് രേവതി പേടിച്ച്, സച്ചിയേട്ടാ ദേണ്ട പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി താഴോട്ട് അത് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. പുറത്തോട്ട് ചോദിച്ചിട്ട് എന്നാ സാർ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, എന്താ കാര്യമെന്നോ, ഇത് ശരത്തിൻ്റെ വീടെല്ലാം ചോദിച്ചു. അത് ശരത്തിൻ്റെ വീടാണ്, അവൻ മോഷ്ടിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ, അത് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലാണ്, ഞങ്ങൾക്കിപ്പം പോലീസുകാർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത മര്യാദയ്ക്ക് അവനെ വിളിക്കും, ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയാണ്, ഇല്ല സാർ അവൻ ഇവിടെ ഇല്ല, അവൻ പുറത്ത് പോയെന്നാണ്. അവനോടൊപ്പം ചോദിക്കും പുറത്ത് പോയേക്കെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ അവനെ ഞങ്ങൾക്ക് കിട്ടണം, അവന് കിട്ടിയേ പറ്റൂ, അവൻ പെട്ടെന്ന് തന്നെ വന്നേ പറ്റൂ. കാരണം നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഇത് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പോലീസിന് മറ്റേ പോലീസിനോട് പറയാം, അകത്ത് കയറി തപ്പിടമെന്ന് പറഞ്ഞു. അകത്ത് കയറി മറ്റേ പോലീസ് തപ്പുവാണ്. അപ്പോഴത്തേക്ക് ഈ പോലീസ് സച്ചി ആ പോലീസിനോട് പറയാം, സാറേ ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, കാരണം പറഞ്ഞാൽ അകത്തില്ല, ഞാൻ പറഞ്ഞ സത്യമാണ് എന്ന് പറയും.
എന്നിട്ട് താൻ എന്താണ് ഈ പറയുന്നത്, ഇത്രയും വലിയ വൈറലായിട്ടുള്ള ഒരു ഒരു കേസാണിത്, ഇപ്പം ഞങ്ങൾക്ക് ഇതിന് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലേ, ഇത് എല്ലാവരും അകത്ത് പോകുന്ന കേസാണ് കേട്ടോ, മര്യാദയ്ക്ക് അവനെ പുറത്തിറക്ക്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അവനെ കിട്ടുന്നവരെ ഞങ്ങൾ സ്റ്റേഷനിൽ വെക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അകത്തുനിന്ന് പോലീസ് വരും. പോലീസ് വന്നിട്ട് പറയുവാണ്, സാർ അകത്തില്ല, ശരത്തകത്തില്ലെന്ന് പറയുവാണ്. എന്താണെങ്കിലും കുഴപ്പമില്ല, മര്യാദയ്ക്ക് അവന് നിങ്ങൾ ഇവിടെ കസ്റ്റഡിയിൽ ഏൽപ്പിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങളകത്താവെന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയാം, സാർ അവരൊന്നും തെറ്റ് ചെയ്തില്ല, എൻ്റെ മോനൊന്നും തെറ്റ് ചെയ്തില്ല, അത് സച്ചിൻ തെറ്റ് ചെയ്തില്ല, ശരത്ത് അത് ആ പാപിയെ പ്രസവിച്ച അമ്മയാണ് ഞാൻ എന്താണ് എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയണ, അമ്മ മിണ്ടായിരിക്കുക, അന്ന് അമ്മ കരയാതിരിക്കുക, ഞാൻ എന്തെങ്കിലും നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയോട് പോലീസുകാരനോട് സച്ചി പറയാണ്, സാറേ അവൻ വന്നു കഴിയുമ്പോഴത്തെ തന്നെ ഞാൻ അവനെ സ്റ്റേഷനിൽ കൊണ്ടുവരാം, വേറെ ഒന്നും അതിൻ്റെ അത് ഒന്നുമില്ല സാർ, എങ്ങനെയും അവനതിൽ നിന്ന് പിൻവലിപ്പിച്ചേ പറ്റൂ, അല്ല ഇത് നീ ഇപ്പോൾ പോയേ പറ്റൂ, ഇതിൻ്റെ ഇവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ പോവുക, അവനെ ഏൽപ്പിച്ചില്ല, നിങ്ങളുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം അകത്താകും. സാർ അത് വേറൊന്നുമല്ല, ഇത് ഉണ്ടാകാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു കേസൊന്നും വരത്തില്ല, കാരണം എൻ്റെ അമ്മയുടെ സ്വർണ്ണമാണ് അവൻ മോഷ്ടിച്ചത്, പക്ഷേ അത് ഞങ്ങൾക്ക് കേസില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറ്റത്തില്ല, കാരണം കേസില്ലെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ കേസില്ലെന്ന് പറയാൻ പറ്റുന്ന വെച്ചാൽ ഇത് മെയിനായിട്ട് നടന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാശ് കളഞ്ഞുപോയി, അത് ശരത്താന്ന് പറഞ്ഞ് എൻ്റെ അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ചേർന്ന് അവനൊരുപാട് ഹറാസ് ചെയ്തു, പക്ഷെ അത് അവനല്ലായിരുന്നു ഇത്, ആ വാശിക്ക് അവൻ ചെയ്തതാണ്, ആ വാശിക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അല്ലാതെ അവന് മോഷ്ടിക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ലായിരുന്നു. ഉദ്ദേശം കാരണം അവനോടുള്ള അവനെ ചൂട് കയറ്റിയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തു പോയെന്ന് പറയുമ്പോൾ, എന്താണ്ട് ഇതിപ്പം തെറ്റ് തന്നെയാണ്, മോഷ്ടിച്ചതല്ലാതെ ആകുമോ, അപ്പോൾ അത് കേസ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള മറുപടി കൊടുക്കാൻ പറ്റുമോ, മാത്രമല്ല അങ്ങനെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ മോഷ്ടിച്ചതല്ലാതെ ആകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, സാർ എന്താണെങ്കിലും ഞാൻ ശരത്ത് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കാമെന്ന് പറയുക. അങ്ങനെ ഏൽപ്പിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് പോലീസുകാരൻ പറയുവാണ്, അത് ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പൊക്കുമെന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി ഫോട്ടോയുടെ മുമ്പേ നിൽക്കുവാണ്, തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുമ്പേ എന്ന് പറയാം, ചേട്ടാ കൃഷ്ണേട്ടൻ്റെ പറ്റി പോലെ എനിക്കൊരു പറ്റി പോവുകയാണെന്നതാണ് തോന്നുന്നത്, കാരണം ഞാൻ അന്ന് സ്ഥലത്ത് കാരണം കൊണ്ട് ചേട്ടൻ എന്നെ സ്റ്റേഷനിൽ പോയിരുന്നത് പോലെ തന്നെ ഇപ്പം ശരത്ത് അടുത്ത കുറ്റം ചെയ്തിട്ട് ഞാനും സ്റ്റേഷനിൽ പോയിരിക്കേണ്ട വരുവാണ്, അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനിയിപ്പം ജീവനോടെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ സ്റ്റേഷനിൽ കയറേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ മരിക്കും, ഇനി ഞാൻ ജീവനോടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സെൻറ്റിമെൻറ്റിന് ഭയങ്കര കാര്യമാണ് ആ ഫോട്ടോയുടെ മുമ്പിൽ നിന്നും. ഉടനെ ശരത്ത് സച്ചിവ് ഓടി വന്നിട്ട് പറയാം, അമ്മ എന്താ ഈ കാണിക്കുന്നത്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കരയുന്നത്, അതിന് മാത്രം കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരത്ത് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ദേവിനൊരു കോൾ വരിക. ദേവിന് കോൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, ദേവ് പെട്ടെന്ന് അതായത് ഇങ്ങനെ കോൾ വന്നിട്ട് ഒരാൾ വിളിച്ച് പറയുക, ശരത്തൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ്. അപ്പം ദേവ് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒരു കോൾ വന്നിട്ടുണ്ട്, ഇന്ന പോലെ ഒരു സംശയത്തിൻ്റെ പേരിൽ നിന്നുണ്ട് ശരത്തൊരു ബിൽഡിങ്ങിന് മേലെ കയറി പോയിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കിയേ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പം തന്നെ ശരത്ത് ഇത് അല്ല സച്ചി കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ചാടി ഇറങ്ങി ഓടിച്ചെന്ന് പോയി നിൽക്കുവാണ്. അപ്പം ആ പവി എന്ന് പറഞ്ഞ ആൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ചെന്നത്. അപ്പം പവിയേട്ടാ എന്താ പറഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല, എന്നെ ശരത്ത് കയറി പോയിട്ടുണ്ട്, കാരണം ഈ പതിവില്ലാതെയാണ് അവൻ കയറിപ്പോയത്, മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ പരക്കുന്നത് കൊണ്ട് എനിക്ക് സംശയം തോന്നിയാണ് വിളിച്ചത്, എന്നിട്ട് ഞാൻ നോക്കിയിട്ട് എവിടെയാണ് മേലോട്ട് കയറിപ്പോയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പോയി നോക്കിയിട്ട് എവിടെയാണ് പോയെന്ന് കാണുന്നില്ലെന്ന് പറയും. ഉടനെ സച്ചി ഓടുക, അതായത് ഹുസൈൻ ബോൾട്ട് തോക്കുന്ന പോലെയുള്ളൊരു ഓട്ടം ഓടുന്നു, അതുപോലെ ഓടി മേലെ കയറുക, ടോപ്പിൽ ചെന്നിട്ട്, അതായത് ടോപ്പിലാണല്ലോ സാധാരണ ആത്മഹത്യ ചെയ്യാൻ എല്ലാവരും കയറുന്നത്, അപ്പോൾ അത്രയും ആഘാതത്തിൽ ചാടാമല്ലോ. മേലെ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് മേലെയില്ല, കാരണം ഇപ്പോൾ ശരത്ത് മാറിയതായിരിക്കും, അവിടെ ചെന്ന് വരുമ്പോഴത്തേക്ക് അവരെ എല്ലാവരും 4 പേര് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ശരത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് വന്ന് ശരത്തെ എവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കും, മാറി വിളിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു താഴത്തെ നിലയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നോക്കുന്ന ഒരുത്തൻ സൈഡിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ശരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരത്തെ ചാടരുത്, ശരത്തെ എന്താ കാണിക്കുന്നത്, വാ ശരത്തെ എന്ന് പറഞ്ഞ് സച്ചി പറയണം. ഉടനെ രേവതി പറയാം, മോനെ അവിടെ വാടാ പോകാടാ, കാരണം വേണ്ട ഒന്നും ചെയ്തടാ, കാരണം അങ്ങനെ ചെയ്തടാ, നിനക്കൊന്നും പറ്റിയിട്ടില്ലടാ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ പറയുക, അതായത് ലക്ഷ്മി പറയുവാണ്, ശരത്തെ മോനെ എനിക്ക് നീയില്ലാതെ വേറെ ആരും ഇല്ല മോനെ, കാരണം ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം, ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്താനും ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തത്തില്ല, വാ പോകാം, ഞങ്ങൾ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, അത് മനസ്സിലാക്കി നിങ്ങൾ നിന്നോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ശരത്ത് പറയാണ്,
ഇല്ല, എൻ്റെ ജീവിതം പോയി, എനിക്കിനി ജയിൽ മാത്രമേ കിട്ടത്തുള്ളൂ, എനിക്കിനി ഞാൻ ഇവിടെ നിന്ന് ജീവിച്ചിരുന്ന കാര്യമില്ല, ഇനി എന്തിനു ഞാൻ ജീവിക്കുന്നു, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാരണം കൊണ്ട് അച്ഛൻ മരിച്ചുപോയി, അത് കഴിഞ്ഞാണ്ട് അമ്മയും ചേച്ചിയുടെ ജീവിതം പോയി, ഇനി ഇനി ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു, ഇനി എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ ജയിലിൽ പോകുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുവാണ്, എടാ നീ ആവശ്യമില്ലാതെ ചിന്തിക്കാതെ നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, കാരണം എന്ന് കഴിഞ്ഞാൽ ഇത് ജയിലും കാര്യങ്ങളൊക്കെ കാണാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇവിടെ, ഇല്ല എല്ലാവരും അങ്ങനെ തെറ്റുകാരൊക്കെയാണ്, നീ അതിനെക്കുറിച്ച് വാരപ്പെടുകയൊന്നും വേണ്ട, നീ പോര് ഇങ്ങോട്ട് മാറി വാ, കാരണം നീ ചാടരുതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ശരത്ത് പറയില്ല ചാടും, കാരണം എനിക്ക് ജീവിക്കണം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അതായത് ദേവവും ലക്ഷ്മിയും രേവതി എല്ലാം പറയണേ, മോനെ ചാടരുതടാ, കാരണം ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലടാ, ഒരേ ഒരു ആൺതിരിയുള്ളൂ, നീയാണ് മോനെ, വാടാ കുഴപ്പമില്ല, നീ ഇപ്പം എല്ലാം മാറി ജീവിക്കുന്നുണ്ടല്ലോ, ഇല്ല ഇപ്പം അതിനെക്കുറിച്ച് ആൻറ്റീൻ്റെ അടുത്തോ വേറെ ഒന്നും പോകുന്നില്ല, തെറ്റായിട്ട് നീ നിൻ്റെ പഠനവും കാര്യങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നില്ല, അതിനെക്കുറിച്ച് നീ ചിന്തിക്കണം, നീ പോര് വാന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ ചാകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക, അന്ന് കാലെടുത്ത് വെക്കാൻ നേരത്ത് സച്ചി പറയുന്നുണ്ട്, എടാ നീ ഈ കെട്ടിടത്തിന് വലിയ പൊക്കമൊന്നുമില്ല, അപ്പം നീ ഇവിടുന്ന് ചാടിക്കഴിഞ്ഞ് താഴെ വീണ് നിൻ്റെ കൈയും കാലും ഒടിഞ്ഞ് എല്ലൊക്കെ ഞൊറിഞ്ഞ് കിടക്കുന്നതല്ലാതെ നിനക്കതിൻ്റെ അകത്ത് ഒരു ഉന്നമനം ഉണ്ടാകത്തില്ല, കാരണം നീ മരിക്കത്തൊന്നുമില്ല, അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ നീ കൂടുതൽ ദുരിതമായിരിക്കും, മാത്രമല്ല ഈ കേസിൻ്റെ പരമായിട്ടുള്ള കാര്യത്തിൽ അവരിതിനെ പിടിച്ചുകൊണ്ടും പോകും, അതുകൊണ്ട് നീ ചാടാതിരിക്കാൻ നല്ലതെന്ന്, നീ ചാടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും എന്നുള്ള ഇത് പറയുമ്പോഴത്തേക്ക് ഇല്ല ചാടാൻ പോകുന്ന കാലെടുത്ത് ചാടാൻ പോകുമ്പോഴത്തേക്ക് സച്ചി കയറി പിടിക്കുകയാണ്, സച്ചി കയറി ചാടി പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്താണ് സ്ഥലത്ത് കാണിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത്, കാരണം നിന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നൊരു കുടുംബം ഇല്ലടാ, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് 4 പേര് ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്നിട്ട് സച്ചി ധൈര്യത്തോട് പറയുവാണ്, എടാ നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നീ പഠിച്ച വ്യക്തിയാണോ, കാരണം ഞാൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്, പഠിച്ച വ്യക്തി അതിനുള്ള ബുദ്ധി കാണിക്കണ്ടേ, കാരണം ഞാൻ പ്രശ്നവും പ്രതികൂലങ്ങളെല്ലാം ഉണ്ടാകും, അത് തരണം ചെയ്യുക എന്നുള്ളതാണ് അത് മനുഷ്യൻ്റെ ധർമ്മം, അപ്പം അത് നീ ചെയ്തില്ല, കാരണം നീ ഇപ്പം ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അതിനെ പേടിച്ച് അതിനെതിരെ, കാരണം ജീവിതം അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അതിനെ പേടിക്കും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം, നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എടാ ഞാൻ നിൻ്റെ ചേട്ടനായിട്ടിരിക്കുന്നിടത്തോളം കാലം നിനക്കൊരു പ്രശ്നം ഉണ്ടാകും, ഞാൻ നോക്കിക്കോളാം, ഞാനിവിടെ ഉണ്ടല്ലോ, നിനക്ക് എന്നാ പ്രശ്നം, കാരണം നിന്നെ പോലീസ് കൊണ്ടുവന്നില്ല, ഞാനന്ന് നിന്നെ സംരക്ഷിച്ചോളാം, ഒരു പ്രശ്നമില്ല, നിന്നെ ഞാൻ ഊരിക്കൊണ്ട് വന്നോളാടാ, കാരണം നിന്നെ എവിടെ സംരക്ഷിക്കേണ്ടത് എനിക്കറിയാം എന്ന് പറയുകയാണ്. ഉടനെ എല്ലാവരും രേവതിയൊക്കെ അതായത് ഈ അവൻ്റെ ഒരു ആത്മാർത്ഥമുണ്ട്, സച്ചിയുടെ ആത്മാർത്ഥമുണ്ട്, സച്ചിയോട് എങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആത്മാർത്ഥമുണ്ട് നോക്കി നിൽക്കുകയാണ് രേവതിയും ലക്ഷ്മിയും ദേവും എല്ലാം, അപ്പോൾ അത്ര രീതിയിൽ ആത്മാർത്ഥയോടെയാണ് സച്ചി കാര്യങ്ങൾ, എന്നിട്ട് പെട്ടെന്ന് കൈ പിടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം, നിന്നെ ഈ ലോകത്ത് ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ നിന്നെ ഒളിപ്പിക്കും, ബാക്കി കാര്യങ്ങളെല്ലാം വന്ന് അതിൽ തീർന്നതിന് ശേഷം നിന്നെ ഞാൻ പുറത്തിറക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം. അതിന് അടുത്ത സീൻ കാണിക്കുന്ന നേരെ ചന്ദ്രോദയത്തിൽ കൊണ്ടുപോവാണ്. അപ്പം ചന്ദ്രോദയം ചെന്ന് നേരെ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും സച്ചി ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നു, അതുപോലെ ഫ്രണ്ടിൽ നിന്ന് രേവതി ഇറങ്ങിയിട്ട് പറയുവാണ്, സച്ചിയായിട്ട് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നീ മിണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്തിനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് വാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ കൊണ്ടാണ് ഇന്നത്തെ സീൻ അവസാനിക്കുന്നത് മിക്കവാറും, കാരണം ചന്ദ്രമതിയെ കൊണ്ട് ഈ കേസിനെ പിൻവലിപ്പിക്കാൻ പോകുന്നൊരു സീനാണ് ഇനി നമുക്ക് അടുത്ത സീൻ കാണാൻ പോകുന്നത്. അതിനാൽ ഈ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു, സൈനിങ് ഓഫ്. താങ്ക് യു.